നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സർവ്വവിഘ്നങ്ങളും അകറ്റി അഭീഷ്ടസിദ്ധി നൽകുന്ന ഗണപതി ഭഗവാനെ ഭജിക്കുവാൻ ഏറ്റവും അനുകൂലമായ ദിവസമാണ് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി. പാർവതി പരമേശ്വരന്മാരുടെ പ്രിയപുത്രനായ ഗണേശൻ അവതരിച്ചത് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷ ചതുർത്ഥി നാളിലാണ്. വ്രതനിഷ്ഠയോടെ ഈ ദിവസം ഗണപതി ഭഗവാനെ ആരാധിച്ചാൽ അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാകുന്നതാണ്. ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രത്യേക പ്രാധാന്യത്തോടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം തുടങ്ങിയ ധാരാളം പൂജകളും നടത്താറുണ്ട്. 2025 ഓഗസ്റ്റ് 27 ബുധനാഴ്ചയാണ് ഇത്തവണത്തെ വിനായക ചതുർത്ഥി. ഓംകാര സ്വരൂപനായ ഗണനായകനെ സ്മരിക്കാതെ തുടങ്ങുന്ന ഏതൊരു കർമ്മവും പൂർണ്ണവും സഫലവുമാകില്ല. വിനായകന്റെ അനുഗ്രഹം ലഭിച്ചാൽ ഏത് കർമ്മവും അനായാസം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഭജിക്കുന്നവർക്കെല്ലാം ശക്തിയും ബുദ്ധിയും പകരുന്ന ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം നേടുവാൻ ഒട്ടേറെ മന്ത്രങ്ങളും സ്തുതികളുമുണ്ട്. ഇതിൽ മുഖ്യം ഓം ഗം ഗണപതയെ നമഃ എന്ന ഭഗവാന്റെ മൂലമന്ത്രമാണ്. ഗണേശ ഗായത്രി, ഗണേശ അഷ്ടോത്തരം, ഗണേശ ദ്വാദശനാമസ്തോത്രം, ഗണനായകാഷ്ടകം, ഗണേശ പഞ്ചരത്ന സ്തോത്രം എന്നിവയെല്ലാം ഗണപതി ഭഗവാനെ ആരാധിക്കുവാൻ ഉത്തമമാണ്. വിനായക ചതുർത്ഥി ദിവസം വ്രതനിഷ്ഠയോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ ഫലം ഉറപ്പാണ്. പൂജാമുറിയിലോ ശുദ്ധമായ ഒരു സ്ഥലത്തോ ഗണപതി ഭഗവാന്റെ ചിത്രം വെച്ച് അതിനു മുന്നിലിരുന്ന് വളരെ ലളിതമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് വിളക്കുവെച്ച് അവൽ, മലർ, നാളികേരം, പഴം, കൽക്കണ്ടം, മുന്തിരി എന്നിവ സമർപ്പിച്ചു വേണം പ്രാർത്ഥിക്കേണ്ടത്. പൂജാമുറി ഇല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്ത് രാവിലെ വിളക്ക് കത്തിച്ച് സന്ധ്യ വരെ അണയാതെ സൂക്ഷിക്കുന്നതും നല്ലതാണ്. രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിളക്കണയ്ക്കുകയും വൈകിട്ട് വീണ്ടും ജ്വലിപ്പിക്കുകയും ആകാം. രാവിലെയും സന്ധ്യയ്ക്കും ഗണേശ പ്രീതികരമായ പ്രാർത്ഥനകൾ നടത്താവുന്നതാണ്. ഗണേശ ചതുർത്ഥി ദിവസം വ്രതം നോറ്റാലും ഇല്ലെങ്കിലും മത്സ്യമാംസാദികൾ ത്യജിച്ച് ഗണേശ മന്ത്രങ്ങളും സ്തുതികളും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വിനായക ചതുർത്ഥി ദിവസത്തിലെ ഗണപതി ഹോമത്തിനും അപ്പം, മോദകം, അരവണ നിവേദ്യത്തിനും നാളികേരം ഉടയ്ക്കലിനും ഫലസിദ്ധി വർദ്ധിക്കുന്നതാണ്. ഗൃഹത്തിലും ക്ഷേത്രത്തിലും ഗണപതി ഹോമം നടത്താവുന്നതാണ്. ഗൃഹത്തിൽ ഗണപതി ഹോമം നടത്തുവാൻ കഴിയാത്തവർ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിൽ പങ്കെടുത്താലും മതിയാകും. വ്രതപൂർവം വിനായക ചതുർത്ഥി നോറ്റാൽ ആഗ്രഹ സാഫല്യം, മംഗല്യഭാഗ്യം, ഐശ്വര്യം, ദാമ്പത്യസുഖം, അഭിവൃദ്ധി, സന്താനഭാഗ്യം, രോഗനിവാരണം, വിദ്യാഭിവൃദ്ധി, മനഃശാന്തി തുടങ്ങിയ ധാരാളം നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി ചിലർ ഈ ദിവസം വീടുകളിൽ ഗണേശ യന്ത്രം വരയ്ക്കുകയും ഭഗവാന്റെ വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുകയും ചെയ്യാറുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ പാടില്ല. ഭംഗിയും പൂർണ്ണതയും ഉണ്ടാകുന്നതാണ് നല്ലത്. ഗണേശ പൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കറുകയ്ക്കാണ്. ഇത് ഗണേശ നാമങ്ങൾ ചൊല്ലി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണരുത് എന്നാണ് വിശ്വാസം. ഗണപതി ഭഗവാൻ ഒരിക്കൽ ചന്ദ്രനെ ശപിച്ചതിന്റെ ഫലമായി ഈ ദിവസം ചന്ദ്രനെ കണ്ടാൽ മാനഹാനി ഉണ്ടാകുന്നതാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പും വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഗണപതി ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നതിലൂടെ മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാകുന്നതാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിൽ എത്തുന്നതാണ്. ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല, അർച്ചന, മോദക നേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം ഉണ്ടാകുന്നത്. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നതിലൂടെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവ്വവിഘ്നങ്ങളും നീങ്ങി ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുന്നതാണ്. ഇനി ചതുർത്ഥി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം.
ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കേണ്ടതാണ്. എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തന്നെ തലേ ദിവസം മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. തലേ ദിവസം ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക. അതുപോലെ തന്നെ എണ്ണ തേച്ചു കുളിയും പകലുറക്കവും പാടില്ല. ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കാവുന്നതാണ്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ജപിക്കേണ്ടത്. ഗണപതി ഗായത്രി 108 തവണ ജപിക്കുന്നത് ഉത്തമമാണെങ്കിലും കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക. തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ധാന്യഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം എടുക്കുക. ദിവസം മുഴുവനും ഗണേശ സ്മരണയോടുകൂടി കഴിച്ചു കൂട്ടുന്നത് അത്യുത്തമമാണ്. ഇനി സാധിക്കുമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പിറ്റേന്ന് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചോ പാരണ വീടാവുന്നതാണ്. ഇനി ഗണേശ ഗായത്രികൾ ഏതാണെന്ന് നോക്കാം. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ഉദ്ദിഷ്ട കാര്യസിദ്ധി ലഭിക്കുന്നതാണ്. ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ വിഘ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്ര ദർശനം നടത്തി വിഘ്നങ്ങളെല്ലാം അകറ്റണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നാളികേരം ഉടയ്ക്കുന്നതും നല്ലതാണ്. സർവ്വൈശ്വര്യങ്ങളും നൽകുന്ന ഗണപതി ഹോമത്തിൽ പങ്കുചേരുന്നതും വളരെ നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. ഇനി ഹോമപ്പുക ശ്വസിക്കുന്നതും അനുഗ്രഹദായകമാണ്. ശേഷം വഴിപാടുകൾ നടത്തുക. ദുരന്ത നിവാരണത്തിനും പാപമുക്തിക്കും കറുകമാല സമർപ്പിക്കാവുന്നതാണ്. കാര്യസിദ്ധിക്കും വിവാഹ തടസ്സ നിവാരണത്തിനും മുക്കുറ്റിമാല സമർപ്പിക്കാവുന്നതാണ്. കാര്യവിജയത്തിന് 12 മന്ത്രാർച്ചന നടത്തുക. ഐശ്വര്യസിദ്ധിക്കായി സഹസ്രനാമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. ഭക്ഷണപ്രിയനായ ഗണപതിക്ക് ഉണ്ണിയപ്പം, മോദകം തുടങ്ങിയ മധുര പലഹാരങ്ങൾ നിവേദിച്ചാൽ മനോസുഖവും മനസമാധാനവും കാര്യസിദ്ധിയും വന്നു ചേരുന്നതാണ്. ചതുർത്ഥി ദിനത്തിനും ഒരു നേരം മാത്രം അരി ആഹാരം ഭക്ഷിക്കുക. ഇനി സന്ധ്യയ്ക്ക് ഗണപതി സ്തോത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. ഗണപതി ഭഗവാന്റെ 12 മന്ത്രങ്ങൾ അടങ്ങിയ ഗണേശ 12 മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ചതുർത്ഥി ദിനത്തിൽ ഈ മന്ത്രം ജപിച്ച് ഗണേശനെ സ്തുതിച്ചാൽ സർവാഭീഷ്ട സിദ്ധി ലഭിക്കുന്നതാണ്. ഇനി ഗണേശ 12 മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം വക്രതുണ്ടായ നമഃ, ഓം ഏകദന്തായ നമഃ, ഓം കൃഷ്ണ പിംഗാക്ഷായ നമഃ, ഓം ഗജവക്ത്രായ നമഃ, ഓം ലംബോദരായ നമഃ, ഓം വികടായ നമഃ, ഓം വിഘ്നരാജായ നമഃ, ഓം ധൂമ്രവർണായ നമഃ, ഓം ഫാലചന്ദ്രായ നമഃ, ഓം വിനായകായ നമഃ, ഓം ഗണപതയേ നമഃ, ഓം ഗജാനനായ നമഃ. ഇത് ഭക്തിയോടുകൂടി ചൊല്ലിയാൽ സർവാഭീഷ്ട സിദ്ധി വന്നു ചേരുന്നതാണ്. ഇനി കേതുദശാദോഷം അനുഭവിക്കുന്നവർ ദോഷപരിഹാരത്തിനായി വിനായക ചതുർത്ഥി ദിവസം ഗണേശ പൂജ, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ അതിവേഗം ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. ഇത്തവണത്തെ വിനായക ചതുർത്ഥി ദിവസം നിങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ വളരെ ലളിതമായി വ്രതം അനുഷ്ഠിക്കുകയും അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി സാധിക്കുന്ന വഴിപാടുകളും നടത്തുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ അടുത്ത 1 വർഷക്കാലം ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി സർവാഭീഷ്ട സിദ്ധി ഉണ്ടാകുന്നതാണ്. ഇനി വിനായക ചതുർത്ഥി ദിവസം വളരെ ലളിതമായി എങ്ങനെയാണ് വീട്ടിൽ പൂജ ചെയ്യേണ്ടതെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.